ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ടെക് ലയർ. ആൻഡ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സബ്സ്ക്രൈബ് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. നമ്മളെങ്ങനെ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഡുവൽ ബൂട്ട് ചെയ്ത് വിൻഡോസിനോടൊപ്പം തന്നെ ഉബുണ്ടു എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞു തന്നിരുന്നു. ആൻഡ് ഓൾസോ ഉബുണ്ടു എങ്ങനെ ഉപയോഗിക്കുന്നതെന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോയും ചെയ്തിരുന്നു. ആൻഡ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഉബുണ്ടു കളയാമെന്ന്. അപ്പം പലർക്കും വരുന്നൊരു സംശയമാണ്, ഇപ്പം ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ ഇത് പിന്നീട് കളയാൻ പറ്റുമോ, കളയാൻ പറ്റുമെങ്കിൽ അതെങ്ങനെയാണെന്ന്. ഇപ്പം ഉബുണ്ടു ഉപയോഗിക്കാത്തവർ അല്ലെങ്കിൽ ഉബുണ്ടു ഒരു അധികപ്പറ്റായിട്ട് കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആൻഡ് ഞാൻ ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ചെയ്ത് കാണിക്കുന്നില്ല, പക്ഷേ ഞാൻ ഫുള്ളി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും വിത്ത് ഇമേജസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ നമുക്ക് 2 സ്റ്റെപ്പ് ചെയ്ത് തീർക്കാനേ ഉള്ളൂ. ആൻഡ് ഇതാണത്. ചെക്ക് ദ ബൂട്ട് ഓർഡർ ഇൻ UEFI സെറ്റിംഗ്സ് ആൻഡ് ഗീവ് പ്രയോറിറ്റി ടു വിൻഡോസ് ബൂട്ട് മാനേജർ. എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഗ്രബിൽ പോകും. അതായത് നമ്മൾ ഇതൊന്ന് ബൂട്ട് ചെയ്യുന്ന സമയത്ത് വരുന്നൊരു പേജാണ് ഗ്രബ് എന്ന് പറഞ്ഞാൽ. അവിടെ നിന്നാണ് നമ്മൾ വിൻഡോസ് ആണോ ഉബുണ്ടു ആണോ സെലക്ട് ചെയ്യുന്നത്. അതിനകത്ത് എപ്പോഴും പ്രയോറിറ്റി കിടക്കുന്നത് ഉബുണ്ടുവിനാണ്. അതായത് നമ്മളിപ്പം ഉബുണ്ടുവിന് ഗ്രബാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ഗ്രബ് വരും. അതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നത് ഉബുണ്ടുവിന്. അതുകൊണ്ട് ഉബുണ്ടുവേ ഫസ്റ്റ് വരുത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ കാളി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതെങ്കിൽ അവിടെ വരുന്നത് കാളി ലിനക്സിൻ്റെ ഒരു ഗ്രബായിരിക്കും. അതിനകത്ത് പ്രയോറിറ്റി കൊടുക്കുന്ന കാളി ലിനക്സ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ കാളി എന്നുള്ള ഒരു ബോർഡ് സെക്ഷനോട് പോകാനുള്ള ഓപ്ഷൻ ആയിരിക്കും കിട്ടുന്നത്. അതിനാണ് UEFI സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് നമ്മൾ ഈ പ്രയോറിറ്റി കിടക്കുന്ന വിൻഡോസിനാക്കി കൊടുക്കണം. അതായത് സിസ്റ്റം ഓൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിൻഡോസിലോട്ട് ബൂട്ടാണ്, ഉബുണ്ടുവിലോട്ട് പോകാതെ. ആൻഡ് ദ സെക്കൻഡ് ആൻഡ് ഫൈനൽ തിങ് എന്ന് പറയുന്നത്, നമ്മൾ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു പാർട്ടീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറേജിൽ ഇത്ര സ്റ്റോറേജ് ഉബുണ്ടുവിനാണെന്ന് പറഞ്ഞുകൊണ്ട്. ആൻഡ് ആ ഒരു സ്റ്റോറേജിലാണ് ഉബുണ്ടു ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. ആ ഒരു സ്ഥലം ഒന്ന് വൈപ്പ് ചെയ്ത് കളയുക. അത് രണ്ടുമാണ് സ്റ്റെപ്സ് എന്നുള്ളത്. പക്ഷേ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനേ ഉള്ളൂ. പക്ഷേ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇത് ലിനക്സിന് ഗ്രബാണ് കിടക്കുന്നത്. അപ്പം ഈ ഒരു ഗ്രബിൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് ഉബുണ്ടുവിനാണ്. അതുകൊണ്ടാണ് ഉബുണ്ടു ഫസ്റ്റ് കിടക്കുന്നത്. നമ്മുടെ വിൻഡോസ് കിടക്കുന്ന മൂന്നാമതാണ്. രണ്ടാമത് കിടക്കുന്ന അഡ്വാൻസ്ഡ് ഓപ്ഷൻ ഫോർ ഉബുണ്ടു. അപ്പം നമ്മളിത് മാറ്റിയിട്ട് വിൻഡോസിന് പ്രയോറിറ്റി കൊടുത്ത് വിൻഡോസിന് ഏറ്റവും മുകളിൽ കൊണ്ടുവരണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വിൻഡോസിലോട്ട് ബൂട്ട് ചെയ്യുക. വിൻഡോസിലോട്ട് ബൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു സെർച്ച് ചെയ്യുന്നിടത്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് അഡ്വാൻസ്ഡ് സ്റ്റെപ്പ് ഓഫ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കിട്ടും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് റീസ്റ്റാർട്ട് നൗ എന്നായിരിക്കും കിടക്കുന്ന ആ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ഇതുപോലത്തെ ഒരു വിൻഡോയിലോട്ടായിരിക്കും പോകുന്നത്. നമ്മൾ വിൻഡോസ് ഓഫ് ചെയ്യുമ്പോഴും ഓൺ ചെയ്യുമ്പോഴൊക്കെ വരുന്ന ആ വിൻഡോയുടെ സ്ഥാനത്ത് ഈ ഒരു വിൻഡോ ആയിരിക്കും. ചൂസ് ആൻ ഓപ്ഷൻ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രബിൾ ഷൂട്ടിംഗ് ആണ് ചെയ്യുന്നത്. അപ്പം ട്രബിൾ ഷൂട്ട് ചെയ്യുക. ട്രബിൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കിട്ടും: റീസെറ്റ് ദിസ് PC, ഫാക്ടറി, ഇമേജ് റീസ്റ്റോർ ആൻഡ് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ്. നമുക്കിതിനകത്ത് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനാണ് എടുക്കേണ്ടത്. അതെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആയിരിക്കും കിട്ടുന്നത്: സ്റ്റാർട്ടപ്പ് സെറ്റിങ്സും UEFI ഫേംവെയർ സെറ്റിങ്സും. അതിൻ്റെ അകത്ത് രണ്ടാമത് കിടക്കുന്ന UEFI ഫേംവെയർ സെറ്റിങ്സ് ആണ് എടുക്കേണ്ടത്. അത് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കാര്യമായിരിക്കും ചോദിക്കുന്നത്: റീസ്റ്റാർട്ട് ടു ചേഞ്ച് UEFI ഫേംവെയർ സെറ്റിങ്സ് എന്നും. അതിന് ഓൾസോ റീസ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ റീസ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോകും. അപ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ബൂട്ട് മാനേജറിലോട്ട് പോകും. അവിടെ ചെന്ന് നിങ്ങൾ ബൂട്ടിലോട്ട് പോകുക. ആരോ കീ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പം ആരോ കീ പ്രസ് ചെയ്ത് സെക്യൂരിറ്റിക്ക് തൊട്ടിപ്പുറത്തും എക്സിറ്റിന് തൊട്ടപ്പുറത്തും കിടക്കുന്ന ബൂട്ടിലോട്ട് പോകുക. അവിടെ ചെന്നിട്ട് നിങ്ങളെ അവിടെ പ്രയോറിറ്റി കിടക്കുന്നത് ഉബുണ്ടുവിനായിരിക്കും. അത് മാറ്റി വിൻഡോസ് മുകളിൽ ഇട്ടിട്ട് ദെൻ ഓക്കെ എന്ന് പ്രസ് ചെയ്യുക. ഓക്കെ എന്ന് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഇത് മാറി വിൻഡോസിന് പ്രയോറിറ്റി വന്ന് വിൻഡോസ് മുകളിൽ വരും. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ 2 തവണ അല്ലെങ്കിൽ 3 തവണ ഒന്ന് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സിസ്റ്റം വിൻഡോസിലോട്ട് ബൂട്ട് ആകുന്നുണ്ടോ എന്ന് നോക്കുക. ബൂട്ട് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി മുമ്പേ പറഞ്ഞ സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്തിട്ട് വിൻഡോസിന് പ്രയോറിറ്റി കൊടുക്കുക. ദെൻ വീണ്ടും ചെക്ക് ചെയ്യുക. അങ്ങനെ എപ്പോഴാണ് നിങ്ങളുടെ വിൻഡോസ് ഫസ്റ്റ് കയറി വരുന്നത്, അതായത് നിങ്ങളുടെ സിസ്റ്റം ജസ്റ്റ് ഒന്ന് ചെയ്ത് പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പം ഓണായിട്ട് നേരെ വിൻഡോസിലോട്ട് പോകുന്നത്, അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നതാണ്. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോസിലോട്ട് ബൂട്ട് ചെയ്തിട്ട് നിങ്ങൾ
വിൻഡോസ് 6 എന്നത് പ്രസ് ചെയ്യുക. വിൻഡോസ് 6 എന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ചെറിയൊരു ഡയലോഗ് ബോക്സ് വരും. അതിനകത്ത് ഡിസ്ക് മാനേജ്മെൻറ്റ് .msg എന്ന് പറഞ്ഞ ഒരു വേർഡായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ ഓക്കെ കൊടുക്കുക. അതിൽ ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഇത് ഓപ്പൺ ആയി കിട്ടും. ഓൾസോ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഡിസ്ക് മാനേജ്മെൻറ്റിലോട്ട് വരാനാണ്. ദെൻ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഏത് സ്പേസ് നിങ്ങൾ ലിനക്സിന് വേണ്ടി അല്ലെങ്കിൽ ഉബുണ്ടുവിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തേ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് വോളിയം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റ് വോളിയം എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നിങ്ങൾ ഏതാണോ ഉബുണ്ടുവിനായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത ആ ഒരു പാർട്ടീഷൻ വേണം ഡിലീറ്റ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് ആയിരിക്കും ഡിലീറ്റ് ആയി പോകുന്നത്. ആൻഡ് ആ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുക. ഏതാണെന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ആ ഉബുണ്ടുവിന് കൊടുത്തിരിക്കുന്ന ആ ഒരു വോളിയം ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കും, യെസ് എന്നതിൽ കൊടുക്കുക. അപ്പം അതൊന്നും പോകും. ദെൻ നമുക്കത് ന്യൂ വോളിയം കൊടുത്തിട്ട് അതൊരു ഹെൽത്തി പാർട്ടീഷനാക്കി എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വിൻഡോസിലോട്ടാണ് പോകുന്നതെങ്കിൽ ഓക്കെ, ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം ഓൺ ആകുന്നില്ല, അല്ലെങ്കിൽ ബ്ലാക്ക് സ്ക്രീനിലാണ് നിൽക്കുന്നത്, ഗ്രബിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പവർ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് സിസ്റ്റം ഓണായി വരുന്ന സമയത്ത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ബൂട്ട് മാനേജിലോട്ട് പവർ പ്രസ് ചെയ്യുക. ഒട്ടുമിക്ക എല്ലാ സിസ്റ്റത്തിലും F12 ആണ്, ചിലതിൽ F10 വരാറുണ്ട്. സോ അത് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് വെക്കുക. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ മോഡൽ നമ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ബൂട്ട് മാനേജറിലോട്ട് പോകുന്നത്. ആൻഡ് ആ ഒരു ബൂട്ട് മാനേജറിലോട്ട് പോകുക. അപ്പം ബൂട്ട് മാനേജറിലോട്ട് നിങ്ങൾക്ക് പോകുമ്പം നിങ്ങൾക്ക് ഇത് ഈ ഒരു പേജായിരിക്കും കിട്ടുന്നത്. ഇതാണ് ബൂട്ട് മാനേജർ. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഒരു ബൂട്ടിലോട്ട് ചെന്നിട്ട് ദെൻ വിൻഡോസിൽ സെലക്ട് ചെയ്തിട്ട് ഒന്ന് എൻ്റർ അടിച്ചാൽ മതി. നിങ്ങളുടെ സിസ്റ്റം നേരെ വിൻഡോസിലോട്ട് ബൂട്ടാകും. ദെൻ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ സിസ്റ്റം നേരെ ഉബുണ്ടുവിൽ പോകാതെ വിൻഡോസിലോട്ട് പിന്നീടുള്ള സമയത്ത് നേരെ ബൂട്ടായിക്കോളും. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.